ഇന്ന് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി. അപ്പം അതിലെ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. അതിൽ ഇലക്ട്രിസിറ്റിയും ഉണ്ടാവും, കെമിക്കൽസുമായിട്ടുള്ള ഒരു കോമ്പിനേഷനെ കുറിച്ചുള്ള ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. Chemical reactions can be used to produce electrical energy. കെമിക്കൽ റിയാക്ഷൻസ് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ എനർജി ക്യാൻ ബി യൂസ്ഡ് ടു ക്യാരി ഔട്ട് കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ഡു നോട്ട് പ്രൊസീഡ് സ്പോണ്ടേനിയസ്ലി. എന്താണ് സ്പോണ്ടേനിയസ്? സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു വെച്ചാൽ നാച്ചുറലായിട്ട് നടക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നില്ല, നാച്ചുറലായിട്ട് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് അതിനെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്നൊക്കെ നമ്മൾ താഴ്ന്ന ക്ലാസ് തൊട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്താണ് എന്നാണ് നമുക്ക് നോക്കാം. അതായത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, കെമിക്കൽ റിയാക്ഷനിൽ നിന്നും സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷനിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും മാത്രമല്ല ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുക ടു ബ്രിങ് ഔട്ട് നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസ്. ഒന്ന് കെമിക്കൽ റിയാക്ഷൻസിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, മറ്റൊന്ന് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുക, നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ടുവരിക. അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ കാണുന്നത് ബാറ്ററീസിലും ഫ്യൂവൽസിലൊക്കെയാണ്. അതിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ ആ ബാറ്ററി പൊട്ടിച്ച് നോക്കുക. പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൽ അമോണിയം ക്ലോറൈഡും അങ്ങനത്തെ പോലത്തെയൊക്കെ കെമിക്കൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ജനറലി എനർജി എഫിഷ്യൻ്റ് ആണ്, മാത്രമല്ല ലെസ് പൊല്യൂട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ലെസ് പൊല്യൂട്ടിംഗ് ആയതുകൊണ്ട് തന്നെ അത് എക്കോ ഫ്രണ്ട്ലി ആണെന്നാണ് പറയുന്നത്. ദ ട്രാൻസ്മിഷൻ ഓഫ് സെൻസറി സിഗ്നൽസ് ത്രൂ ദ സെൽസ് ടു ബ്രെയിനിലേക്ക് പോകുന്ന സെൻസറി സിഗ്നൽസും ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ റിമോട്ടിലൊക്കെ ഇടുന്ന ബാറ്ററി യൂസ് ആൻഡ് ത്രോ അല്ലേ, അപ്പോൾ അത് പൊല്യൂട്ടിങ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. ജനറലി ആണ് പറഞ്ഞത്. അതായത് ഫ്യൂവൽ സെൽസ്, അതുപോലെ നമ്മളിപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുമല്ലോ, അതിലൊക്കെ നമ്മൾ ഹൈഡ്രജനും വാട്ടറും ഒക്കെയാണ് ഫ്യൂവൽ സെല്ലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനത്തെ അത്തരം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റാണ്. പല സബ്ജക്റ്റും കോറിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. ആദ്യം ഇലക്ട്രോ കെമിക്കൽ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കുക ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്താണെന്നാണ് പഠിക്കുക. അപ്പോൾ +1 8th യൂണിറ്റിൽ നമ്മൾ ഡാനിയൽ സെല്ലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഒരു ഡാനിയൽ സെൽ? ഡാനിയൽ സെൽ എന്ന് പറഞ്ഞു വെച്ചാൽ കെമിക്കൽ എനർജി റിഡോക്സ് റിയാക്ഷനിൽ ഉണ്ടാവുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ, അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ 1.1 വോൾട്ടിന് ഈക്വൽ ആയിരിക്കും. മാത്രമല്ല ഡാനിയൽസിൽ ഉപയോഗിക്കുന്നത് സിങ്കും കോപ്പറും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും കോൺസെൻട്രേഷൻ, സിങ്ക് അയോണിൻ്റെയും കോപ്പർ അയോണിൻ്റെയും കോൺസെൻട്രേഷൻ യൂണിറ്റി ആയിരിക്കും. 1 മോൾ (10⁻³ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഡിവൈസിനെ നമ്മൾ ഗാൽവാനിക് അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്നാണ് പറയുക. എന്ത് പറയുന്നു? ഗാൽവാനിക് ആൻഡ് വോൾട്ടായിക് സെൽ. ഒരിക്കലും പറയാം, കെമിക്കൽ എനർജി ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ 1.1 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച ഇലക്ട്രോഡ്സ്, അതായത് സിങ്കും കോപ്പർ അയോൺസൊക്കെ യൂണിറ്റിയിലായിരിക്കും. അങ്ങനെ യൂണിറ്റിയിലാവുമ്പോൾ അതിനെ ഗാൽവാനിക് സെൽ എന്ന് നമ്മൾ പറയുന്നു.
അതിൻ്റെ ചിത്രമാണ് ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്നത്, ഒരു ഗാൽവാനിക് സെല്ലിൽ. അതിലെന്തൊക്കെയുണ്ടെന്ന് നോക്കൂ. സിങ്ക് ഉണ്ട്, കോപ്പർ ദണ്ടുണ്ട്, സിങ്ക് ദണ്ടുണ്ട്, ഇലക്ട്രോഡ് ഉണ്ട്. അതിനെ ഒരു വയറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. അതിൽ കറണ്ട് ഫ്ലോ കാണിക്കുന്നുണ്ട്. കോപ്പറിന് സിങ്കിലേക്കാണ് പോകുന്നത്. ഇതിൽ സിങ്ക് എന്ന് പറയുന്നത് ആനോഡും കോപ്പർ എന്ന് പറയുന്നത് കാത്തോഡുമാണ്. അപ്പോൾ എന്താണ് ഒരു സാൾട്ട് ബ്രിഡ്ജ്? സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇതാണ് സാൾട്ട് ബ്രിഡ്ജ് പറഞ്ഞു വെച്ചാൽ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ്. ഇതിൽ കണ്ടിട്ടില്ലേ, യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബാണ്. generally the glass tube is filled with a jelly like substance, agar agar, mixed with an electrolyte. അഗാർ അഗാറും ഒരു ഇലക്ട്രോലൈറ്റ്, അതായത് ഇപ്പോൾ KCl KNO3 NH4 NO3 അങ്ങനത്തെ ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, രണ്ട് ഇലക്ട്രോഡ് സൊല്യൂഷൻസും, രണ്ട് ബീക്കർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ രണ്ട് ബീക്കറായിട്ട് എടുക്കുമ്പോഴാണ് ഈ സാൾട്ട് ബ്രിഡ്ജിൻ്റെ ആവശ്യകത. അപ്പോൾ ആ രണ്ട് ബീക്കറിലുള്ള ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ്, ഇലക്ട്രോഡ് സൊല്യൂഷൻ്റെ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഇറ്റ് പെർമിറ്റ്സ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് സൊല്യൂഷൻസ് ബട്ട് പ്രിവെൻറ്റ്സ് ഫ്രം മിക്സിങ്. അതായത് സിങ്ക് സൾഫേറ്റിലും കോപ്പർ സൾഫേറ്റിലായിരിക്കും. അപ്പോൾ സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും മിക്സ് ചെയ്യാതിരിക്കാനും ഇവ രണ്ടിനുമുള്ള കോണ്ടാക്റ്റിനും വേണ്ടിയിട്ടാണ് സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. സാൾട്ട് ബ്രിഡ്ജ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യും ബൈ ഇൻ്റർമൈഗ്രേഷൻ ഓഫ് അയോൺസ് ഇൻ ടു 2 ഹാഫ് സെൽസ്. ഈ രണ്ട് ഹാഫ് സെല്ലിൻ്റെയും അയോൺസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി രണ്ടിൻ്റെയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. മാത്രമല്ല ഇറ്റ് റെഡ്യൂസസ് സോ കോൾഡ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് വേർ ടു ഡിസിമിലർ സൊല്യൂഷൻസ് ആർ ഇൻ കോണ്ടാക്ട്. അപ്പോൾ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്യും. അതായത് രണ്ട് ഡിസിമിലർ സൊല്യൂഷൻസ് തമ്മിലുള്ള കോണ്ടാക്റ്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, അതാണ് പറയുന്നത്. ഇനി ദ സാൾട്ട് ബ്രിഡ്ജ് പ്രൊവൈഡ്സ് സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ടു റീപ്ലേസ് ദ അയോൺസ് ലോസ്റ്റ് ഓർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ 2 ഹാഫ് സെൽസ്. അതായത് സാൾട്ട് ബ്രിഡ്ജിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. KCl AgNO3 അങ്ങനെ കുറേ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവുമല്ലോ. AgNO3 അല്ല, KCl KNO3 NH4 NO3 അങ്ങനത്തെ. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റ്സ് കാറ്റയോൺസും ആനിയോൺസും സാൾട്ട് ബ്രിഡ്ജിലുള്ള ഈ ഇലക്ട്രോലൈറ്റ്സ് കാറ്റയോൺസ് ആനിയോൺസ് കൊടുക്കും. അത് അയോൺസ് ലൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്തതിനെ റീപ്ലേസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇപ്പോൾ സാൾട്ട് ബ്രിഡ്ജ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിൽ ടെക്സ്റ്റിൽ എന്താണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് വിശദമായിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് എഴുതിയെടുത്താൽ മതി. ഒരിക്കൽ ഇവിടെ പറയാം. ഇറ്റ് പെർമിറ്റ്സ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് സൊല്യൂഷൻസ് ബട്ട് പ്രിവെൻറ്റ്സ് ഫ്രം മിക്സിംഗ്. സെക്കൻഡ് പോയിന്റ് ഈസ് it maintains the electrical neutrality of the solution by intermigration of ions into 2 half cells. Third point is it reduces the so-called liquid junction potential. Fourth point is the salt bridge provides sufficient amount of cations and anions to replace the ions lost or produced in the 2 half cells. പിന്നെ നമുക്ക് ഗാൽവാനിക് സെല്ലിലേക്ക് വരാം. ഇപ്പോൾ ഈ ഗാൽവാനിക് സെൽ, ഇതാണ് ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്, ഡാനിയൽസണിൽ തന്നെ. അപ്പോൾ 3 തരത്തിൽ സെല്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഗാൽവാനിക് സെല്ലാണ്. പിന്നെ ഇവിടെ കണ്ടു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ലെസ് ദാൻ 1.1 വോൾട്ട് എന്ന് കണ്ടു. ഇവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 1.1 വോൾട്ട് ആണ്. ഇവിടെ എക്സ്റ്റേണൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ഗ്രേറ്റർ ദാൻ 1.1 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഇഫ് ആൻ എക്സ്റ്റേണൽ ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ ഈസ് അപ്ലൈഡ് ടു എ ഗാൽവാനിക് സെൽ, അതായത് ഈ ഗാൽവാനിക് സെല്ലിൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൊടുക്കുകയാണെങ്കിൽ, ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ, ഇതിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, ആ പൊട്ടൻഷ്യലിന് ഓപ്പോസിറ്റായിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ കൊടുക്കുകയാണ് എക്സ്റ്റേണലായിട്ട്. മെല്ലെ മെല്ലെ അതിനെ കൂട്ടാൻ തുടങ്ങി ആ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ. അപ്പോൾ അത്
we find that the reaction continues to take place till the opposite voltage reaches the value 1.1 volt. അപ്പോൾ 1.1 വോൾട്ട് വരെ അതിൽ റിയാക്ഷൻ നടക്കും. 1.1 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ കറൻറ്റ് ഫ്ലോ ചെയ്യില്ല. കാരണം രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആയിട്ടുണ്ടാവും. അപ്പോൾ കറൻറ്റ് ഫ്ലോ ചെയ്യില്ല. അതാണ് ബി ഫിഗർ കാണുന്നത്. ഇനി 1.1 വോൾട്ടിനെക്കാട്ടിലും ഇൻക്രീസ് ആണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ആയാൽ, എക്സ്റ്റേണൽ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ആയാൽ ആ സെല്ല്, ആ ഗാൽവാനിക് സെൽ പിന്നെ ഫങ്ഷൻ ചെയ്യുന്നത് ഇലക്ട്രോളിറ്റിക് സെൽ എന്ന പേരിലായിരിക്കും. അതായത് എ ഡിവൈസ് ഫോർ യൂസിങ് ഇലക്ട്രിക്കൽ എനർജി ടു ക്യാരി നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻസ്. അതായത് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻസ്, നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെല്ലാണ് ഇലക്ട്രോളിറ്റിക് സെൽ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ച് നോക്കാം. ഒന്ന് സിങ്ക് ആനോഡും കോപ്പർ കാത്തോഡും ആണ് കേട്ടോ. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. സിങ്ക് സൾഫേറ്റിൽ സിങ്കും കോപ്പർ സൾഫേറ്റിൽ കോപ്പർ ഇട്ടുണ്ട്. ഇവിടെ എക്സ്റ്റേണൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ലെസ് ദാൻ 1.1 വോൾട്ടാണ്. ഇലക്ട്രോൺസ് ആനോഡിൽ നിന്നും കാത്തോഡിലേക്ക് പോകുന്നു. കറണ്ട് കാത്തോഡിൽ നിന്നും ആനോഡിലേക്ക് പോകുന്നു, അതായത് കോപ്പറിൽ നിന്നും സിങ്കിലേക്ക് പോകുന്നു. സെക്കൻഡിലെ കറണ്ട് 0 ആണ്, കാരണം പൊട്ടൻഷ്യൽ വ്യത്യാസം ഇല്ല. അപ്പോൾ നോ കെമിക്കൽ റിയാക്ഷൻ. ഫസ്റ്റിൽ നോക്കൂ. ഫസ്റ്റിൽ electron flow from zinc to zinc rod to copper rod, hence current flows from copper to zinc. Zinc dissolves at anode and copper deposits at cathode. Zinc anode dissolve ചെയ്യുന്ന കോപ്പർ കാത്തോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഫിഗർ, സി ഫിഗർ നോക്കുക. എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ദാൻ 1.1 വോൾട്ട് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം കോപ്പർ ടു സിങ്ക്. കോപ്പറിൽ നിന്നും സിങ്കിലേക്കാണ് പോകുന്നത് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, സിങ്ക് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ സിങ്ക് ഇലക്ട്രോഡ് ആൻഡ് കോപ്പർ ഡിസോൾവ്സ് അറ്റ് കോപ്പർ ഇലക്ട്രോഡ്. നമ്മൾ ആദ്യം സിങ്കിനെ ആനോഡായിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ? പക്ഷേ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ സിങ്ക് ആണ് കാത്തോഡ്. മനസ്സിലായോ? സിങ്ക് കാത്തോഡും കോപ്പർ ആനോഡും ആണ്. ഗാൽവാനിക് സെല്ലിൽ സിങ്ക് ആനോഡും കോപ്പർ കാത്തോഡും ആണ്. അപ്പോൾ അത് മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക. അതായത് ആനോഡും കാത്തോഡും പരസ്പരം മാറി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ. ഗാൽവാനിക് സെല്ലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോളിറ്റിക് സെല്ലിലുള്ള ആനോഡും കാത്തോഡും. ഇനി എന്താണ് ഗാൽവാനിക് സെല്ലിനെ നമുക്ക് വിശദമായിട്ട് ഒന്ന് പഠിക്കാം. നമ്മൾ +1 8th യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട് ഗാൽവാനിക് സെല്ല് എന്താണ്. ഗാൽവാനിക് സെൽ ഉപയോഗിക്കുന്നത് റിഡോക്സ് റിയാക്ഷനിലുള്ള കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ അവിടെ ഗിബ്സ് എനർജി ഉണ്ടാവുമല്ലോ. ഗിബ്സ് എനർജി ഓഫ് ദ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ വർക്ക്. ഗാൽവാനിക് സെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? ഗിബ്സ് എനർജി ഓഫ് സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷനിൽ നാച്ചുറലായിട്ട് നടക്കുന്ന റിഡോക്സ് റിയാക്ഷനിലുള്ള കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് മോട്ടോർ റൺ ചെയ്യാനും അതുപോലെ ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് ലൈക്ക് ഹീറ്റർ, ഫാൻ, ഗേസർ ഇതൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡാനിയൽ സെല്ലിൽ നമ്മൾ എന്താണ് റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. അതായത് സിങ്ക് പ്ലസ് Cu2+ ഗിവ് സിങ്ക് 2++ Cu. സിങ്ക് 2 ഇലക്ട്രോൺ കോപ്പറിന് കൊടുക്കുന്നു. അപ്പോൾ എന്താവുന്നു? സിങ്ക് 2+ഉം കോപ്പറും ആവുന്നു. സിങ്ക് 2 ഇലക്ട്രോൺ കോപ്പർ 2+ന് കൊടുക്കുന്നു. സിങ്ക് 2+ഉം കോപ്പറും ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതിൽ റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും ഉണ്ടാവും. അപ്പോൾ കോപ്പർ 2++ 2 ഇലക്ട്രോൺ ഗിവ്സ് കോപ്പർ. അപ്പോൾ അവിടെ 2+ 0 ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാണ്, അതായത് അവിടെ റിഡക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സിങ്കിലോ, സിങ്ക് ഗിവ്സ് സിങ്ക് 2++ 2 ഇലക്ട്രോൺ. അതായത് സിങ്ക് 0ന്ന് 2+ ചാർജിലേക്കായി. അപ്പോൾ അതായത് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ്ഡ്. അപ്പോൾ അവിടെ ഉണ്ടായ റിയാക്ഷൻ ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആണ്. അപ്പോൾ സിങ്ക് ഈസ് ദ ആനോഡ് ആൻഡ് കോപ്പർ ഈസ് ദ കാത്തോഡ്. അത്
ഓർമ്മ വെച്ചിരിക്കണം. വേണമെങ്കിൽ ആ പിക്ചർ ഒരിക്കൽ ഇവിടെ കാണിച്ചു തരാം. സിങ്ക് ഈസ് ദ സിങ്കിലാണ് ഇവിടെ സിങ്ക് കാത്തോഡും കോപ്പർ ആനോഡും അല്ലേ. ഇത് ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്, അപ്പോൾ അത് കൺഫ്യൂസ് ആകരുത്. ഫസ്റ്റത്തെ സെൽ നോക്കാം, സിങ്ക് ആനോഡും കോപ്പർ കാത്തോഡും ആണ്. അപ്പോൾ 8th ഗാൽവാനിക് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ റിയാക്ഷൻ രണ്ട് പോർഷനായിട്ടാണ് ഡാനിയൽ സെല്ലിൽ രണ്ട് പോർഷനാണ് ഈ റിയാക്ഷൻ. അപ്പോൾ reduction half reaction occurs in the copper electrode while oxidation half reaction occurs in the zinc electrode. അപ്പോൾ ഈ രണ്ട് പോർഷനെ നമ്മൾ ഹാഫ് സെൽസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റിഡോക്സ് കപ്പിൾസ് എന്നാണ് പറയുന്നത്. കോപ്പർ ഇലക്ട്രോഡ് മേ ബി കോൾഡ് ദ റിഡക്ഷൻ ഹാഫ് സെൽ ആൻഡ് സിങ്ക് ഇലക്ട്രോഡ് ദ ഓക്സിഡേഷൻ ഹാഫ് സെൽ. അപ്പോൾ കോപ്പർ റിഡക്ഷൻ ഹാഫ് സെല്ലും സിങ്ക് ഇലക്ട്രോഡ് ഓക്സിഡേഷൻ ഹാഫ് സെല്ലുമാണ്. ഏതിലാണ് ഇത് ഗാൽവാനിക് സെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ധാരാളം നമുക്ക് ഗാൽവാനിക് സെല്ല് ഉണ്ടാക്കാൻ പറ്റും, പലതരം ഹാഫ് സെൽസ് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഇവിടെ സിങ്കും കോപ്പറാണ് ഉപയോഗിച്ചത്, നമുക്ക് സിൽവറിനെ എടുത്തുകൂടി, സിൽവർ നൈട്രേറ്റ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയാണ് സെല്ല് എടുത്തതെന്ന് മാത്രം. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഡാനിയൽ സെല്ല് അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ല് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഈച്ച് ഹാഫ് സെൽ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരും. ഈച്ച് ഹാഫ് സെൽ കോൺസിസ്റ്റ് ഓഫ് എ മെറ്റാലിക് ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ ടു ആൻ ഇലക്ട്രോലൈറ്റ്. ഒരു മെറ്റാലിക് ഇലക്ട്രോഡ് ഒരു ഇലക്ട്രോലൈറ്റിലേക്ക് ഡിപ്പ് ചെയ്യാൻ. ഈച്ച് ഹാഫ് സെൽ കോൺസിസ്റ്റ് ഓഫ് എ മെറ്റാലിക് ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ ടു ആൻ ഇലക്ട്രോലൈറ്റ്. The two half cells are connected by metallic wire through a voltameter. ഒരു മെറ്റാലിക് വയറിലൂടെ ആ ഇലക്ട്രോഡ്സിനെ കണക്ട് ചെയ്യുന്നു. അതിലൊരു വോൾട്ടാമീറ്റർ ഉണ്ട്, ഒരു സ്വിച്ചും ഉണ്ട്, ആൻഡ് എ സ്വിച്ച് എക്സ്റ്റേർണലി. ഇനി ഇലക്ട്രോലൈറ്റ്സ് ഓഫ് ടു ഹാഫ് സെൽസ് ആർ കണക്റ്റഡ് ഇൻറ്റേർണലി. അപ്പോൾ ഇൻറ്റേർണലി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടാണ്. ഇലക്ട്രോലൈറ്റ്സിനെ കണക്ട് ചെയ്യുന്നത് സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ രണ്ട് ഇലക്ട്രോഡ്സും ഒരേ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലാണ് ഇരിക്കുന്നത് എങ്കിൽ അവിടെ സോൾട്ട് ബ്രിഡ്ജിന് ഉപയോഗത്തിൻ്റെ ഒരാവശ്യവുമില്ല. അപ്പോൾ രണ്ടും രണ്ട് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ടാണ്, രണ്ട് ബീക്കറിലാണ് വെക്കുന്നത് എന്നതുകൊണ്ടാണ് അവിടെ സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഇഫ് ആൻ electrode-electrolyte interface, at each electrolyte interface there is a tendency of metal ions from the solution to deposit on the metal electrode, trying to make it positively charged. അതായത് എല്ലാ ഇലക്ട്രോലൈറ്റിൽ വെക്കുമ്പോൾ ആ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു മെറ്റലാണല്ലോ. അപ്പോൾ ആ മെറ്റലിൻ്റെ മെറ്റൽ അയോൺസ് there is a tendency of metal ions from the സൊല്യൂഷനിലുള്ള മെറ്റൽ അയോൺസ് മെറ്റൽ ഇലക്ട്രോഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ആ ഇലക്ട്രോഡിനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സിമിലർലി അറ്റ് ദ സെയിം ടൈം മെറ്റൽ ആറ്റംസ് ഓഫ് ദ ഇലക്ട്രോഡിൻ്റെ മെറ്റൽ ആറ്റംസ് സൊല്യൂഷൻസിലേക്ക് പോയിട്ട്, അയോൺസായിട്ട് സൊല്യൂഷനിലേക്ക് പോയിട്ട് ഇലക്ട്രോൺസിനെ ഇലക്ട്രോഡിൽ തങ്ങി നിർത്തിക്കും. അങ്ങനെ ചെയ്തിട്ട് ഇലക്ട്രോഡിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ടാവും. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഈ ചാർജ് സെപ്പറേഷൻ, ദർ ഇസ് എ ചാർജ് സെപ്പറേഷൻ ഒക്കേഴ്സ്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ടെൻഡൻസീസ് ഓഫ് ടു ഒപ്പോസിങ് റിയാക്ഷൻസ്. അപ്പോൾ രണ്ട് ഓപ്പോസിങ് റിയാക്ഷൻ്റെയും ടെൻഡൻസി ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്ലിയോ നെഗറ്റീവ്ലിയോ ചാർജ്ഡ് ആവും വിത്ത് റെസ്പെക്ട് ടു ദ സൊല്യൂഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രോഡ് പോസിറ്റീവ്ലിയോ നെഗറ്റീവ്ലിയോ ചാർജ്ഡ് ആവും. അപ്പോൾ ഒരിക്കലും പറഞ്ഞുതരാം. അതായത് മെറ്റൽ ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റിൽ വയ്ക്കും. അതിൻ്റെ ഇലക്ട്രോലൈറ്റിൽ വയ്ക്കുമ്പോൾ സൊല്യൂഷനിൽ നിന്നും മെറ്റൽ അയോൺസ് മെറ്റൽ ഇലക്ട്രോഡിലേക്ക് പോയിട്ട് ഇലക്ട്രോഡിനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കാൻ ശ്രമിക്കും. അതുപോലെ ഇലക്ട്രോഡിലുള്ള മെറ്റൽ ആറ്റംസ് അയോൺസ് ആയിട്ട് സൊല്യൂഷനിലേക്ക് പോയിട്ട് ഇലക്ട്രോൺസിനെ ഇലക്ട്രോഡിലേക്ക് റിലീസ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് സൊല്യൂഷനിലേക്ക് പോയിട്ട് ഇലക്ട്രോഡിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് സൊല്യൂഷനും ഇലക്ട്രോഡും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും.
a potential difference develops between the electrode and the electrolyte is called electrode potential. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹാഫ് സെല്ലിൻ്റെ സ്പീഷീസ് ഉണ്ടല്ലോ, അതായത് മെറ്റൽസും അതുപോലെ ഇലക്ട്രോലൈറ്റൊക്കെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഓൾ ദ സ്പീഷീസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഹാഫ് സെൽ ഈസ് യൂണിറ്റി, then the electrode potential is known as standard electrode potential. അപ്പോൾ IUPAC കൺവെൻഷൻ പ്രകാരം സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗാൽവാനിക് സെല്ലിൽ ഒരു ഹാഫ് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലും ഒരു ഹാഫ് സെല്ലിൽ റിഡക്ഷൻ നടക്കുന്നത് കാത്തോഡിലുമാണ്. അപ്പോൾ ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ദ സൊല്യൂഷനാണ്. Anode has a negative potential with respect to the solution, and other half cell in which reduction takes place is called cathode. It has a positive potential. ആനോഡിന് നെഗറ്റീവ് പൊട്ടൻഷ്യലും കാത്തോഡിന് പോസിറ്റീവ് പൊട്ടൻഷ്യലുമാണ് ഉണ്ടാവുക വിത്ത് റെസ്പെക്ട് ടു ദ സൊല്യൂഷൻ. അപ്പോൾ there exists a potential difference between the two electrode as soon as the switch is on position. അതായത് ഈ ഇലക്ട്രോഡ് തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും സ്വിച്ച് ഓൺ ആവുമ്പോൾ. അപ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം നെഗറ്റീവ് ഇലക്ട്രോഡ് ടു പോസിറ്റീവ് ഇലക്ട്രോഡ്. ആനോഡിൽ നിന്ന് കാത്തോഡിലേക്ക് ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോയിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ. അപ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്ലോ. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാത്തോഡിൽ നിന്ന് ആനോഡിലേക്കായിരിക്കും. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഇലക്ട്രോഡ്സ് ഓഫ് എ ഗാൽവാനിക് സെൽ. രണ്ട് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു ഗാൽവാനിക് സെല്ലിലുള്ള രണ്ട് ഇലക്ട്രോൺസിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ സെൽ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ വോൾട്ട് എന്ന രീതിയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്, വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ് ആണ്. അത് ഓഫ് കാത്തോഡ് ആൻഡ് ആനോഡ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാത്തോഡ് ആൻഡ് ആനോഡിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോഡ് സെൽ പൊട്ടൻഷ്യൽ ഉണ്ടാവുമ്പോൾ അതിൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ ആ സെൽ പൊട്ടൻഷ്യലിനെ നമ്മൾ ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയും. It is called cell electromotive force of the cell when no current is drawn through the cell. Clear? It is now accepted convention that we keep the anode on the left and the cathode on the right. ഇനി അതിന് ആ ഫിഗറിനെ കുറിച്ച് പറയുന്നത്, ജനറലി നമ്മൾ എപ്പോഴും ആക്സെപ്റ്റഡ് കൺവെൻഷൻ പ്രകാരം ആനോഡ് ലെഫ്റ്റിലും കാത്തോഡ് റൈറ്റിലും ആയിരിക്കും ഒരു ഗാൽവാനിക് സെല്ലിൽ റെപ്രസെൻറ്റ് ചെയ്യുക. മാത്രമല്ല നമ്മൾ ഇപ്പോൾ രണ്ട് ബീക്കറിലായിട്ടാണ് എടുക്കുന്നതെങ്കിൽ, രണ്ട് ഇലക്ട്രോലൈറ്റിലാണ് എടുക്കുന്നതെങ്കിൽ ഗാൽവാനിക് സെൽ ഈസ് ജനറലി റെപ്രസെൻറ്റഡ് ബൈ പുട്ടിങ് എ വെർട്ടിക്കൽ ലൈൻ between metal and electrolyte solution, putting a double vertical line between the two electrolytes connected by a salt bridge. അതായത് നമ്മളൊരു സിംഗിൾ വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും മെറ്റൽ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനും എങ്കിൽ സൊല്യൂഷനും കാണിക്കാൻ, അല്ലെങ്കിൽ ഡബിൾ വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും രണ്ട് ഇലക്ട്രോലൈറ്റ്സിനെയും കാണിക്കാൻ. Vertical line between the two electrolytes connected by a salt bridge. A galvanic cell is generally represented by putting a vertical line between metal and electrolyte solution, and putting a double vertical line between two electrolytes connected by a salt bridge. Pinna, under this convention, EMF of the cell is positive and is given by the potential of the half cell on the right hand side minus the potential of the half cell on the left hand side. EMF എന്ന് പറയുന്നത്, ഈ സെൽ എന്ന് പറയുന്നത് ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കോപ്പർ പ്ലസ് 2 സിൽവർ gives silver 2++ gives Cu2++ 2 Ag. അതായത് ഇത് മറ്റൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്.
ഇതിൽ കോപ്പർ ആയിരിക്കും എന്ത് റിഡക്ഷൻ ഹാഫ്സിൽ. ആനോഡ് എന്ന് പറയുന്നത്, അതായത് കാത്തോഡ്. സിൽവർ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഹാഫ്സിലായിരിക്കും, അതായത് ആനോഡ്. അപ്പോൾ ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ് അല്ലേ, അപ്പോൾ ഈ എ ജി പ്ലസ് ബാർ എ ജി മൈനസ് ഈ സി യു 2 പ്ലസ് ബാർ സി യു ആയിരിക്കും ഈ സെൽ എന്ന് ഇവിടെ പറയുന്നത്. To overcell reaction in the cell, that silver electrode acts as a cathode and copper electrode acts as an anode. The cell can be represented as like this. അപ്പോൾ നമ്മൾ ഈ സെല്ലൊക്കെ കാണാൻ ആയിട്ട് പ്രോബ്ലം വരും. അപ്പോൾ ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ് എന്നായിരിക്കും പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആനോഡ് എന്ന് പറയുന്നത് ഇവിടെ റൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ആനോഡ് എന്ന് പറയുന്നത് റൈറ്റിലാണ് എഴുതുന്നത്, കാത്തോഡ് എന്ന് പറയുന്നത് ആനോഡ് എന്ന് പറയുന്നത് ലെഫ്റ്റിലാണ് എഴുതുന്നത്, കാത്തോഡ് എന്ന് പറയുന്നത് റൈറ്റിലാണ് എഴുതുന്നത്. ഇവിടെ കാത്തോഡ് സിൽവർ ആണ്, ആനോഡ് എന്ന് പറയുന്നത് കോപ്പർ ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ എ ജി പ്ലസ് ബാർ എ ജി മൈനസ് ഈ സി യു 2 പ്ലസ് ബാർ സി യു ആണ് ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ്. ഈ പ്രോബ്ലം ഇങ്ങനത്തെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലം ധാരാളമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇത് ഇത്തിരി ക്ലിയർ ആയിട്ടില്ല തോന്നുന്നു. ഗാൽവാനിക് സെല്ല് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ ലൈൻ, പുട്ടിങ് എ വെർട്ടിക്കൽ ലൈൻ ബിറ്റ്വീൻ എ മെറ്റൽ ആൻഡ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. മെറ്റൽ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ്റെ ഇടയിൽ ഒരു വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഗാൽവാനിക് സെല്ല് പറയുന്നത്. പുട്ടിങ് എ ഡബിൾ വെർട്ടിക്കൽ ലൈൻ ബിറ്റ്വീൻ 2 ഇലക്ട്രോലൈറ്റ്സ് കണക്റ്റഡ് ബൈ സാൾട്ട് ബ്രിഡ്ജ്. 2 ഡബിൾ വെർട്ടിക്കൽ ലൈനാണ് സാൾട്ട് ബ്രിഡ്ജ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഡബിൾ വെർട്ടിക്കൽ ലൈൻ ബിറ്റ്വീൻ 2 ഇലക്ട്രോലൈറ്റ്സ് കണക്റ്റഡ് ബൈ എ സാൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ ഇത്രയും ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ഗാൽവാനിക് സെല്ലിനെ കുറിച്ച് പഠിച്ചു, ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ച് പഠിച്ചു, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് പഠിച്ചു, ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ചില സ്ഥലത്ത് നോക്കുമ്പോൾ ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡാണെന്ന് നിങ്ങൾ പഠിക്കുന്നതാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ അവിടെ ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് നിങ്ങൾ ചിന്തിക്കും. അതായത് ഈ കേസ് വരുന്നത് ഡിസ്ചാർജിങ് ആൻഡ് ചാർജിങ് രണ്ട് തരത്തിൽ പറയുമ്പോഴാണ്. ഡിസ്ചാർജ്ഡ് ഒരു മിനിറ്റ് ഇപ്പോൾ when the cell is being charged, anode become positive and cathode become negative electrode. This is also the case in the electrolytic cell. When the cell is being discharged, it behaves as like a primary cell with the anode as the negative and cathode as the positive electrolyte. Clear? സെല്ല് ചാർജ് ആകുമ്പോൾ ആനോഡ് പോസിറ്റീവും കാത്തോഡ് നെഗറ്റീവും, സെല്ല് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആനോഡ് നെഗറ്റീവും കാത്തോഡ് പോസിറ്റീവാണ് ചെയ്യുന്നത്. ഇവിടെ ടെക്സ്റ്റിൽ എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ആനോഡ് ഏത് ഇലക്ട്രോഡാണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ. അപ്പം നിങ്ങൾ അതന്നെ പഠിച്ചു വയ്ക്കുക. ഇനി കൂടുതലൊക്കെ പഠിക്കുകയാണെങ്കിൽ കൂടുതലൊന്നും ഇതിൽ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യാനില്ല. ഇനി ആനോഡും കാത്തോഡും തമ്മിലുള്ള വ്യത്യാസം പറയാം. Anode is the electrode where electricity moves into, and cathode is the electrode where electricity is given out or flows out of. എഴുതിയെടുക്കുക. Second point is anode is usually the positive side, cathode is a negative side because oxidation in the anode and cathode reduction takes place. ഇനി it acts as an electron donor. Anode acts as an electron donor, cathode acts as an electron acceptor. In an electrolytic cell, oxidation takes place at the anode, and in an electrolytic cell, reduction takes place at the cathode. In galvanic cells, an anode can become a cathode. In galvanic cells, a cathode can become a anode. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ
നിങ്ങൾ ഒഴിവാക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇത് ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ എന്ന നിലയ്ക്ക് പറഞ്ഞു തന്നതാണ്. വേറെ ഒരു ഹയർ ലെവൽ ആയിട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡാണ്, കാത്തോഡ് നെഗറ്റീവ് ഇലക്ട്രോഡാണെന്നാണ്. ഇവിടെ ഗാൽവാനിക് സെല്ലിൽ നമ്മൾ ഇപ്പോൾ ഇതിൽ പഠിച്ചിരിക്കുന്നത് ആനോഡ് നെഗറ്റീവ് ഇലക്ട്രോഡാണെന്നും കാത്തോഡ് പോസിറ്റീവ് ഇലക്ട്രോഡാണെന്നാണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്നില്ല, ടെക്സ്റ്റിൽ എന്താണോ പഠിച്ചിരിക്കുന്നത് അത് തന്നെ പഠിക്കുക. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.